ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയത്ത് ആരാധനയോടുള്ള ബന്ധത്തിൽ വചനത്തിൽ നിന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് 69 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം. 69 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു വേദഭാഗം മത്തായി സുവിശേഷം 14 അധ്യായം, അതിൻ്റെ 30-31 വാക്യമാണ്. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ രണ്ട് ചെറിയ പ്രാർത്ഥനകൾ. ഇതിനെ ഒരു രണ്ട് നിലവിളിയെന്നോ വേണമെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് രണ്ട് ചെറിയ പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യമായിട്ട് ഈ 69 സങ്കീർത്തനത്തിൽ പല വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ പ്രവചന രൂപേണ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് പോയതായിരിക്കുന്ന കഷ്ടതകളാണ് മുഖ്യമായിട്ട് ഇതിലുള്ളത്. എന്നാൽ ഇതിലെ ചില വേദഭാഗങ്ങൾ, ഇതിൻ്റെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ നാം കാണുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ താൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളെ പ്രവചന രൂപേണ ഇവിടെ എഴുതിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 69 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നാം കാണുന്നത്, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഇതിൻ്റെ നിറവേറൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 25 വാക്യത്തിൽ നമുക്കതിൻ്റെ നിറവേറൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു എന്താണ് പറയുന്നത് അവിടെ? എന്നാൽ അവരുടെ ന്യായപ്രമാണത്തിൽ അവർ എന്നെ കാരണം കൂടാതെ പകച്ചു എന്ന് എഴുതിയിരിക്കുന്ന വചനം ഇപ്രകാരം താൻ നിവൃത്തിയാക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 25 വാക്യം നാം വായിക്കുമ്പോൾ, അതുപോലെ 9 വാക്യത്തിൽ 69ന്റെ 9 വാക്യത്തിൽ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ എൻ്റെ മേൽ വീണിരിക്കുന്നു. ഇതും ഒരു നിറവേറലായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 17 വാക്യത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ശിഷ്യന്മാർ ഈ വചനം ഓർത്തു, നിന്റെ വീടിനായുള്ള എരിവും എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുപോലെ തന്നെ 69 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ നാം കാണുന്നത്, ദാഹത്തിന് വിനാഗിരി, അതായത് ചൊറുക്ക കുടിപ്പാൻ കൊടുത്തു എന്ന് അവിടെ നാം കാണുന്നുണ്ട്. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. ഇതിൻ്റെ നിറവേറൽ നമുക്ക് മത്തായി സുവിശേഷം 27 അധ്യായത്തിൻ്റെ 34-48 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രൂശിന്മേൽ കിടക്കുമ്പോൾ യേശുവിന് ചൊറുക്ക നൽകി എന്ന് നാം ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ 25 വാക്യത്തിൽ, അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങൾ ആരും പാർക്കാതിരിക്കട്ടെ. ഇത് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. ഇതിൻ്റെ നിറവേറൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കാൻ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിൻ്റെ 20 നാം കാണുന്നുണ്ട്, യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദ നേതൃത്വത്തിനും യെരുശലേമിനും വന്ന നാശത്തെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:20 പത്രോസ് ഇത് യൂദയെക്കുറിച്ച് പരാമർശിക്കുന്നു. അങ്ങനെ ഈ 69 സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റ് പല സങ്കീർത്തനങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി പ്രസ്താവിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ 69 സങ്കീർത്തനത്തിൽ കൂടുതലായിട്ട് കാണുവാൻ കഴിയും. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സങ്കീർത്തനം 22 കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 69 സങ്കീർത്തനത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. പഴയ നിയമത്തിൽ 69 സങ്കീർത്തനത്തിൽ കാണുന്നതായിരിക്കുന്ന ഈ പ്രാർത്ഥന പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പുത്രൻ പിതാവിനോട് മറ്റൊന്നുമില്ല പ്രാർത്ഥിക്കുന്നത്, എന്നെ രക്ഷിക്കണമേ
ദൈവമേ എന്നെ രക്ഷിക്കണമേ. അതിന് കാരണം വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ആ ക്രൂശ് മരണത്തിൽ വളരെ വേദനയിൽ കൂടി കടന്നു പോകുന്നതായിരിക്കുന്ന ആ സമയത്ത് താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ. നമുക്കറിയാം, രക്ഷിച്ചോ? രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. രക്ഷിച്ചു കാണുമോ? ഇല്ല. അത് 22-ാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? കൈവിട്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, പുത്രനെ പിതാവ് കൈവിട്ടു എന്ന് നമുക്ക് ആ ഭാഗത്തെ കാണുവാൻ തവണ്ണം കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് കൈവിട്ടു? ഞാൻ പറയട്ടെ. ഈ വായിച്ചതായിരിക്കുന്ന 2 വാക്യങ്ങളും നാം ഇന്ന് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന 2 വാക്യങ്ങളാണ്. ഈ 2 വാക്യങ്ങളാണ് നമ്മെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നാം ഒരിക്കലും മറന്നു പോകരുത്. അവിടെ പുത്രൻ്റെ പ്രാർത്ഥന പിതാവ് കേട്ടിരുന്നുവെങ്കിൽ നമുക്കിവിടെ വരുവാൻ തക്കവണ്ണം കഴിയുകയില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പുത്രൻ പിതാവിനോട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും രക്ഷിക്കുവാൻ കഴിവുള്ളൊരു പിതാവാണെങ്കിൽ രക്ഷിച്ചു കൂടായിരുന്നുവോ? കൂടാമായിരുന്നു. എന്നാൽ നമ്മെ ഓർത്തപ്പോൾ താൻ അത് കേട്ടില്ല, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അതേസമയം മത്തായി 14-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉടനെ തന്നെ ആ പത്രോസിൻ്റെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റി അത് വിടുവിച്ചു രക്ഷപ്പെടുത്തിയെന്ന് നാം കാണുന്നുണ്ട്. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ആ ഒരു സമയത്ത് കേട്ടതുകൊണ്ടാണ് നാം ഇന്നിവിടെ കടന്നു നിൽക്കുക. അപ്പോൾ ഈ 2 പ്രാർത്ഥനയും ഒരു ചെറു പ്രാർത്ഥനയാണ്. ഇതിനെ ഒരു നിലവിളിയൊന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 2 നിലവിളി അല്ലെങ്കിൽ 2 ചെറിയ പ്രാർത്ഥനയാണ് നമ്മെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇതാ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ പ്രാർത്ഥന പിതാവ് കേൾക്കേണ്ടതല്ലേ ആയിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ഒരു പത്രോസിൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ പുത്രൻ്റെ പ്രാർത്ഥന പിതാവ് കേൾക്കാതിരിക്കണം. താൻ മൗനമായിരുന്നു, താൻ ഊമനായിരുന്നു, താൻ അന്ധനായിരുന്നു, താൻ ചെകിടനായിരുന്നു പല സമയങ്ങളിലും. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മെ ഓർത്തപ്പോൾ നമ്മുടെ പിതാവായ ദൈവം പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല. നമുക്കറിയാം, 3 മണിക്കൂർ അന്ധകാരത്തിൽ താൻ ആയിരുന്നപ്പോൾ മാനുഷികമായിരിക്കുന്ന ആ അഗാധമേറ്റതിനെക്കാട്ടും എല്ലാം കൂടുതലായിട്ട് അനുഭവിച്ചത് ആ ക്രോധാഗ്നി, പിതാവിൻ്റെ ക്രോധാഗ്നി തൻ്റെ പുത്രമേൽ അയച്ചതാണ്. ആ ക്രോധാഗ്നിയിൽ കിടന്നുകൊണ്ടാണ് താൻ പറയുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ആ വലിയ യാതനയിൽ കൂടി കടന്നു പോകാൻ കാരണം എൻ്റെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അതെ, 69-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്ന ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് പിതാവ് മൗനം അവലംബിച്ചു. പിതാവ് അതിന് ഉത്തരം കൊടുത്തില്ല. നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട്, നമ്മെ ഈ പവിത്ര ആലയത്തിലേക്ക് ആരാധനയ്ക്കായി കൂട്ടി വരുത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ മകനും മകളുമാക്കി തീർക്കുവാൻ വേണ്ടി അവിടെ നിശബ്ദനായിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ക്രൂശ് മരണം മാനവജാതിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും പത്രോസിനെ പോലെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന്, ഞാനിതാ താഴ്ന്നു പോകുന്നു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ കൈ പിടിച്ച്, ഉടനെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ കൈ നീട്ടി ആ പത്രോസിൻ്റെ കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്തി. അതേപോലെ നാം ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം ഒരിക്കൽ ഇതുപോലെ നാശകരമായിരിക്കുന്ന കുഴിയിൽ നാം ആയിരുന്നു, കൊടിഞ്ഞ ചേറ്റിൽ നാം ആയിരുന്നു. നമ്മെ വിടുവിക്കുവാൻ ആരും ഇല്ലാത്തപ്പോൾ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് ആ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവനെ കൈപിടിച്ച ദൈവം നമ്മെയും കൈപിടിച്ച് നടത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ആലയത്തിൽ. എന്തിനു വേണ്ടി? അവനെ നമുക്ക് സ്തുതിക്കുവാൻ, അവനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 103-ാം സങ്കീർത്തനം എന്നൊക്കെ അറിയാമല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തിനാണ് വാഴ്ത്തേണ്ടത്? ദൈവത്തിൻ്റെ വൻ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ രീതിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒരു കാര്യം നോക്കുക പ്രിയരെ, പിതാവായിരിക്കുന്ന ദൈവത്തോട് പുത്രൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് കേട്ടില്ല. എന്നാൽ ഒരു മനുഷ്യൻ, ഒരു മുക്കവനായിരിക്കുന്നവൻ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ കേട്ടു. നമ്മൾ എന്തുകൊണ്ട് പ്രിയരെ ആ പുത്രൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരാകുന്നു? ഒന്നുമില്ല. കീടയും കൃമിക്കും ആയിട്ട് തുല്യരായിട്ട് നാം ആയിരിക്കുന്നത് നമ്മെ ഓർക്കുവാൻ, നമ്മോട് സഹതാപം കാണിപ്പാൻ, നമ്മോട് ദയ കാണിപ്പാൻ തക്കൊണ്ട് നാം എന്തുള്ളൂ? നാം ഒന്നുമില്ല. എന്നാൽ വലിയവനായിരിക്കുന്ന പിതാവായിരിക്കും ദൈവം തൻ്റെ ഓമനകുമാരനെ കാൽവരി ക്രൂശിൽ വിട്ടുകൊണ്ട് നമ്മെ അവൻ രക്ഷിച്ചു. നമുക്ക് ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം, വസ്തുത നാം മറന്നു പോകരുത്. എനിക്ക് വേണ്ടി പിതാവാം ദൈവം പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല. എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാൻ വേണ്ടി,
എന്നെ ഈ സ്ഥലത്ത് പവിത്ര ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി എൻ്റെ പിതാവ് തൻ്റെ ഓമനക്കുമാരൻ ഏകജാതനായിരിക്കുന്ന പുത്രൻ്റെ പ്രാർത്ഥന, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല. താൻ മൗനമായിരുന്നു. അതെ, എനിക്ക് വേണ്ടി എന്നുള്ള വസ്തുത ഓർത്തുകൊണ്ട് ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ട് ആ പത്രോസിൻ്റെ കൈ പിടിച്ച കർത്താവിൻ്റെ ആ മഹാസ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.